ഇതിന് മുന്നേ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 വർഷം മുമ്പ്, 8 വർഷത്തെ മുന്നേ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഇവിടെ വന്നത്. കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ പ്രത്യേകിച്ച് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കാരണം ഒന്ന് ലൈഫ് ഒന്ന് എന്താ പറയുക ഓർഡർ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള കുറേ നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിനെ ഒന്ന് റെഗുലറൈസ് ചെയ്യുക, അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, അത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇതെല്ലാം നമുക്ക് പല സോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഇരുന്ന് പഠിക്കുന്നതിൻ്റെയും എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെയും ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം അറിയുന്നതിൻ്റെയും ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇതിനകത്തുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പോൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ആ ഒരു രീതിയൊക്കെ കുറച്ചുകൂടെ റിസപ്റ്റീവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു എൻവയോൺമെൻ്റ് ആണ് ഇവിടുത്തെ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ഇവിടുത്തെ എൻവയോൺമെൻറ്റ്, ഇവിടുത്തെ കാലാവസ്ഥ, നല്ല എയർ, അതൊക്കെയാണ് ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ സനൂപിൻ്റെ ഒരു പഠിപ്പിക്കുന്ന രീതി വളരെയധികം നമുക്ക് കാര്യങ്ങൾ വളരെ ഇൻഡെപ്തായിട്ട്, അല്ലെങ്കിൽ ഒരു വിഷയം എങ്ങനെയും ആളുകളുടെ ഉള്ളിൽ എത്തണം എന്നുള്ള ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി വളരെ. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഫുൾ ഡേ ഇരുന്ന് ഇത് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കേൾക്കുന്നവരെക്കാളും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു കോറ് നഷ്ടപ്പെടാതെ നമ്മളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അത് ഈ സാറ് വളരെ നന്നായിട്ട് നമുക്ക് ക്ലാസ്സിലൂടെ എടുത്തു തന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആണെങ്കിലും ആ ഒരു 1 hour ഇരുന്ന് സംസാരിച്ച് ആ ക്ലാസ് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഒരു പ്രശ്നം വരുത്താതെ സാർ നമുക്ക് ആ ക്ലാസ് എടുത്തു തന്നു. അപ്പോൾ അത് വളരെ നല്ല രീതിയായിരുന്നു. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് എന്നുള്ളത്. അപ്പോൾ ആ ഫുഡ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഈ ജനറേഷനിൽ ഞാനൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ വളരെ ഗുണകരമായിട്ട് തോന്നി. പ്രത്യേകിച്ചും മോളുടെ കാര്യങ്ങളിലാണെങ്കിലും മോളുടെ ഇനി എങ്ങനെ വളർത്തണം എന്നുള്ളതിൻ്റെ ഒരു ഡെയിലി ലൈഫ് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ എൻവയൺമെൻറ്റ്, അത് നമ്മൾ ആ ഒരു എയർ പൊല്യൂഷനിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇവിടെ വരുമ്പോൾ തന്നെ ആ ഒരു ബ്രീത്ത് ചെയ്യുമ്പോൾ വളരെ സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഈ സാറിൻ്റെ വീഡിയോസും ഇതെല്ലാം കണ്ടിട്ടാണ് സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാണ് വന്നത്. പിന്നെ ഞാനൊരു ആസ്മ പേഷ്യൻ്റ് ആണ്. പിന്നെ ഡയറ്റീഷ്യൻ കാര്യത്തിൽ പ്രോപ്പർ ഒന്നല്ലായിരുന്നു. പിന്നെ സാർ ഇവിടെ വന്ന ഫസ്റ്റ് ഡേ എനിക്ക് ഡയറ്റാണ് തന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര വയസ്സിൻ്റെ ഉള്ളിൽ ഇന്നേ വരെ ഡയറ്റ് എടുത്തിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കര വിശപ്പുള്ള ഒരാളായിരുന്നു. വിശപ്പെന്ന് മാത്രമല്ല, അതേപോലെ തന്നെ ഡൈജഷനും കൂടുതലാണ് ഫാസ്റ്റ് ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ എനിക്ക് എങ്ങനെ ഈ ഡയറ്റ് എന്നെ കൊണ്ട് ഇമ്പോസിബിൾ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സാറിൻ്റെ ആ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, പ്ലേറ്റിൽ സാർ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും അങ്ങനെ അത് കഴിച്ചപ്പോൾ എനിക്ക് സത്യമായിട്ട് ഭയങ്കര പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. ഭയങ്കര എനർജി, പിന്നെ ക്ഷീണമില്ല. പിറ്റേ ദിവസം ഞാൻ ഒരിക്കലും മുട്ടുവേദനയ്ക്കുള്ള ആളാണ്. ഞാൻ ട്രക്കിങ്ങിന് പോയി, പിന്നെ സ്വിമ്മിങ്ങിനും ഇതിനൊക്കെ എനിക്ക് ഭയങ്കര എനർജിയാണ് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് വിശപ്പ് തോന്നിയില്ല. എല്ലാ ദിവസത്തേക്കാളും കൂടുതലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടി, എന്നെ കൊണ്ട് പറ്റും ഏറ്റെടുക്കാൻ. പിന്നെ സാറിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ക്ലാസ്സുകൾ വളരെയധികം ഒരു എന്താ പറയുക, പുതുജീവനാണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു എനിക്ക് ആ ഒരു ഇതാണ് എനിക്ക് സാറിൽ നിന്ന് കിട്ടിയത്, ക്ലാസ്സിലെ ഓരോ കാര്യങ്ങളും. കാരണം എനിക്ക് കുറെ ഇതുണ്ട്, തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ തൊണ്ടവേദനയിലൊക്കെ ആകുമ്പോൾ കക്കണവേപ്പിൻ്റെ ഇല, തുളസി ഇലയിലൊക്കെ കഴിക്കുക. പക്ഷെ അതിന്റെ ഭാഗമായിരിക്കും എനിക്ക് ഈ ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പക്ഷെ സാറിന്റെ ക്ലാസ് കിട്ടിയപ്പോൾ എനിക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലായി. ഞാൻ കഴിച്ച ഫുഡിന്റെ ഫലമായിട്ടാണ് അത് വന്നത്. ഇപ്പൊ സാറ് ആ ഫുഡിന്റെ രീതിനെ മാറ്റിയപ്പോൾ തന്നെ എനിക്ക് 1 day തന്നെ എനിക്ക് എന്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ ഇനി അങ്ങോട്ടും എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോൾ ഹെൽത്തി ആണ്. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഹെൽത്തി എനർജറ്റിക് ആയിട്ടാണ് പോണത്. അതിന്റെ എല്ലാ ക്രെഡിറ്റും സനൂപ് സാറിനാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചുമച്ചിട്ടുമില്ല, തുമ്മിയിട്ടുമില്ല.
അപ്പം അത് പ്രധാനമായിട്ട് അതിൻ്റെ എൻവയറമെൻറ്റിൻ്റെ ആയിരിക്കും, പിന്നെ സാറിൻ്റെ ഫുഡിൻ്റെയും ഇതിൻ്റെ ഒക്കെ പ്രത്യേകതയായിരിക്കും. എനിക്കത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും വളരെ അകലെ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇവിടെ വരാനുള്ള പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യകരമായ ഒരു ദിനചര്യ സ്വീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം നമ്മൾ ഭക്ഷണ രീതി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലല്ല, അങ്ങനെ കിട്ടുന്നതും കഴിക്കുക എന്നുള്ള ഇതിലാണ് തുടർന്ന് പോകുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഭക്ഷണ രീതിയിൽ പൊതുവേ ഒരു മാറ്റമാണ് വന്നത്. പക്ഷേ ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായി അത് കഴിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണമാണ് ഉണ്ടായത്. ഇപ്പം ആരോഗ്യത്തിന് പ്രത്യേക ഒരു എനർജി കൈവന്നതുപോലെയാണ് തോന്നുന്നത്. പിന്നെ അത് എന്തുകൊണ്ടും ഈ 3 ദിവസത്തെ ക്ലാസ് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ രീതികളെല്ലാം ഇനിയൊന്ന് മാറ്റം വരുത്തി ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്തി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എറണാകുളത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇതിനെ ഈ സിസ്റ്റത്തെ പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പൊതുവെ ഈ ഒരു നമ്മുടെ ജീവിതചര്യ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളതിനെ പറ്റി ഒരു സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി അറിഞ്ഞത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് വഴിയാണ് അറിഞ്ഞത്. അങ്ങനെ ഞാനിവിടെ വരികയും ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഇവിടുത്തെ ചുറ്റുപാടാണ് എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടത്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ഈ അലർജിക് പ്രോബ്ലം ഉള്ളൊരു വ്യക്തിയാണ്. എന്ത് പ്രശ്നം ഒരു ആസ്മ അങ്ങനെ ശ്വാസം മുട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് തന്നെയും വളരെ കോംഫർട്ടിയാണ്. ഇത് ഇന്നലെ വരെ ട്രക്കിങ്ങിലായാലും ഞാൻ ആദ്യമായിട്ടാണ് ട്രക്കിംഗ് എന്ന പരിപാടിയിൽ പോകുന്നത്. എന്നെ സംബന്ധിച്ച് കാൽമുട്ട് വേദന, നടുവേദന അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വെക്കാതെ ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തേക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നത്. പൊതുവെ ഇവിടുത്തെ രീതിയും പഠനവും വളരെ മെച്ചപ്പെട്ടാണ്. കുറച്ച് ഹെൽത്തി കുക്കിങ്ങുകളൊക്കെ പഠിക്കാം, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കാം എന്നൊക്കെയുള്ളൊരു ഇൻട്രസ്റ്റോടു കൂടിയാണ് ഞാൻ വന്നത്. അതിൽ നിന്ന് പിന്നെ ഇവിടുത്തെ സനൂപിൻ്റെ ക്ലാസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ ഒരു സാധാരണക്കാർക്ക് പോലും നമ്മളുടെ ആരോഗ്യം എന്താണ്, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ ഏത് രീതിയിലാണ്, എന്തൊക്കെ ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത്, നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ തന്നെയും നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന ഫുഡുകൾ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ സനു നന്നായിട്ട് ക്ലാസ് എടുത്തു. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എന്തൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫുഡുകളിൽ ദോഷമുള്ളതൊക്കെ മാറ്റി ഇനി ആയാലും ആ രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. FB കണ്ടാണിത് ക്ലാസ്സിനെ പറ്റി അറിഞ്ഞത്. ഞാൻ പ്രധാനമായിട്ടും വന്നതെന്ന് വെച്ചാൽ ഒരു യാത്ര പോകണം, ഒറ്റയ്ക്കൊരു യാത്ര പോകണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് പറയട്ടെ, അതിന് സേഫായിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് ഞാൻ. അല്ലാതെ ഇവിടെ നിന്ന് ഞാൻ വേറെ എക്സ്പെക്റ്റേഷനൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല. എങ്ങനെ ആയിരിക്കുമെന്നോ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എക്സർസൈസിൽ ഞാൻ ചേർന്നു, ചില ദിവസമൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പബ്ലിക് ഹെൽത്ത് വിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നമ്മുടെ ക്ലാസ് എടുക്കാറുണ്ട്. കുറേ പേരെ ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് വരാൻ ചാൻസ് ഉള്ളവരെ, ബോർഡർ ലൈനിൽ നിൽക്കുന്നവരെ ഞങ്ങൾ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഈ എക്സർസൈസുകൾ, ഇതിൽ കുറേ എക്സർസൈസുകൾ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ ഹെൽത്ത് സെൻ്ററിൽ വെച്ച് തന്നെ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യിച്ച ശേഷം അവരോട് വീട്ടിൽ പോയത് ചെയ്ത് 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്ന് ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറഞ്ഞു, ഭൂരിഭാഗം പേർക്കും കുറഞ്ഞു. അവർ വീണ്ടും നമ്മൾ ആ എക്സർസൈസ് തുടരെ അവരെ വീട്ടിൽ പോയി ചെയ്യാനും 1 മാസത്തിൽ 1-2 ദിവസം നമ്മുടെ സെൻ്ററിൽ വന്ന് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് റീവൈൻഡ് ചെയ്തു. ഇവിടെ വന്ന് ഈ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ ആ എക്സർസൈസ്, ഫുഡ് ഇതെല്ലാം ഞങ്ങളിവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഇതെല്ലാം ഒന്നുകൂടെ ഓർമ്മിക്കാൻ എനിക്ക് പറ്റി. പിന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല ഹാപ്പി ആയിട്ട്. ഓക്കെ, താങ്ക് യു. ഇതുപോലുള്ള ഒത്തിരി ക്യാമ്പുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് ഏകദേശം 1 വർഷമായി. ഫേസ്ബുക്കിലാണ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് മുതൽ ഞാൻ ഇവിടെ വരണം, ഇതെങ്ങനെയാണ്, ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലായി. പക്ഷേങ്കിൽ എൻ്റെ നാട് കോട്ടയമാണ്, ജനിച്ചു വളർന്നത്. പക്ഷേ 20 വർഷമായിട്ട് ഞാൻ കർണാടകയാണ്. പക്ഷേ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വരാൻ നോക്കി, സാധിച്ചില്ല. ബാംഗ്ലൂരിൽ നിന്ന് വരാൻ നോക്കി, സാധിച്ചില്ല. അതിനുശേഷം ഞാൻ ഈ സമയത്തൊരു ട്രിപ്പ് പോയി, ആൻഡമാനിൽ പോയി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒക്ടോബർ, നവംബറിൽ ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ മാസത്തെ മീറ്റിംഗ് ക്യാമ്പിൽ വരും, പക്ഷേ എനിക്ക് വരാൻ കഴിഞ്ഞില്ല.
പക്ഷേ ഈ സമയത്താണ് വന്നത്. ഈ സമയത്ത് വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്, എനിക്ക് തോന്നുന്നു നല്ലൊരു ബാച്ചിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഈ 4 ദിവസത്തെ ക്യാമ്പിൻ്റെ ഓരോ ദിവസങ്ങളിലും നടന്ന ക്ലാസ്സുകളും അതിനോടനുബന്ധിച്ച് നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഒത്തിരി ലൈഫിൽ എൻജോയ് ചെയ്തു. ഇത്രയും വർഷങ്ങൾ ഞാൻ പല കാര്യങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ട്രക്കിംഗ് ആദ്യമായിട്ടാണ് പോകുന്നത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എനിക്ക് പുതുതായി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ എനിക്ക് സജഷനായിട്ട് പറയാനുള്ളത്, സനൂപ് സാറിൻ്റെ ക്ലാസ് പുതിയ നമ്മളിന്ന് വരെ കേൾക്കാത്തത് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട പുതിയ കുറേ കാര്യങ്ങൾ കൂടെ പഠിക്കാൻ പറ്റി. കൂടെ കൂടുതൽ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. രാത്രിയിൽ നമ്മുടെ ക്യാമ്പ് ഫയർ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. തൃശ്ശൂരിനാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് ഹൈജീൻ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും കുറേ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരുടെയും ക്ലാസ്സുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്. ബുക്സ് ഇപ്പോഴും വായന തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പ്രാക്ടിക്കലാക്കാനും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ലെവലിൽ വന്ന ഈ കാര്യങ്ങളിൽ ഞാൻ തിരിച്ച് സനൂപ് സാറിൻ്റെ അടുത്ത് തന്നെ എത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എനിക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയും ചെയ്യാം. സനൂപ് സാറ് ഈ സബ്ജക്റ്റിനെ പറ്റി ശരിക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് നന്നായി പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. സനൂപ് സാറിന് മാത്രം ആ പ്രത്യേകത കൊണ്ടാണ് ഞാനിവിടെ എത്താനുള്ള രണ്ടാമത്തെ കാരണം. അല്ലെങ്കിൽ ഞാൻ വരില്ല അവിടെ. പിന്നെ ആ ഭക്ഷണം കൂടെ ശരിയാക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഭക്ഷണം കൂടെ കഴിഞ്ഞ് എനിക്ക് ഒന്നും കൂടെ റിജുവിനേറ്റ് ചെയ്ത് പോവാം എന്നുള്ളൊരു ആശയിലാണ് ഞാനിവിടെ വന്നത്. അതിൽ നിങ്ങളെല്ലാവരും നന്നായി കോപ്പറേറ്റ് ചെയ്തു, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, എല്ലാവരും ആ കാര്യത്തിൽ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു വെരി മച്ച്. ഇവിടുത്തെ ക്ലാസ്സുകൾ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ യോഗ. പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻജിനീയറിംഗ് പഠിച്ച ഒരാൾ ഇത്രയും കൃത്യമായി ഇതിലേക്ക് വന്ന് പഠിച്ച് ഒരു ക്ലാസ് ഇങ്ങനെ തയ്യാറാക്കാനും ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ ഇവിടേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചത് എൻ്റെ മകളാണ്. അവൾ എപ്പോഴും പറയും, എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവൾ പറയും, സനൂപിനെ സമീപിച്ചാൽ ഏകദേശം അമ്മയുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറയാം. പിന്നെ എല്ലാത്തിനും നന്ദി. ടോപ്പ് ആംബിയൻസ് ആണ് ഇവിടെ. ഈ സ്ഥലത്തെ പറ്റിയും ഈ അക്കോമഡേഷനെ പറ്റിയും അല്ല ഈ പ്രകൃതിയെ പറ്റിയും നല്ല ടോപ്പ് ആംബിയൻസ് ആണ്. രണ്ടാമത് എനിക്ക് നല്ല ഫീലിംഗ് ആയിരുന്നു, നല്ല അനുഭവമായിരുന്നു. പിന്നെ നല്ല ബിഹേവിയർ ആറ്റിറ്റ്യൂഡുള്ള ട്രെയിനറാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ ആ രീതിയിൽ തന്നെ നമ്മളെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ മൂന്നാമത് പിന്നെ വൈഡ് നോളേജുള്ള ഓൾ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഏറ്റവും തരം ഒരു ന്യൂട്രീഷ്യൻസ് ആസ് വെൽ എസ് സബ്ജക്റ്റ് എക്സ്പെർട്ട് ആസ് വെൽ എസ് എ ഡോക്ടർ എല്ലാം കൂടിയിട്ടുള്ളൊരു നല്ലൊരു എക്സ്പെർട്ട് ക്ലാസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തെരുവ മലയുടെ മുകളിലാണ് എല്ലാ ആളുകളും. സൺസെറ്റിന്റെ ടൈമാണ്. മനോഹരമായൊരു സായാഹ്നം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട പറഞ്ഞോളി. ഇതൊരു സന്തോഷകരമായ അനുഭവമാണ്. നടന്നു കയറിയില്ലേ മേലേക്ക് അല്ലേ? ഇത്രയും ഞാൻ വിചാരിച്ചിട്ടില്ല ചെറിയ പ്രായത്തിൽ. ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടോ? Love is feeling love. Love is wanting to be loved. Love is love. എല്ലാവർക്കും നമസ്കാരം. ഒരു 4 ദിവസം നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ എല്ലാ സ്ട്രെസ്സുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മാനസികവും ശാരീരികവും അതുപോലെ തന്നെ ഫിസിയോളജിക്കലുമായിട്ടുള്ള എല്ലാ സ്ട്രെസ്സുകളും നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിരന്തരമായിട്ട് ഹനിക്കുന്ന
നമ്മുടെ ജീവിത സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം, തിരക്കുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട്, അതുപോലെ തന്നെ അനാരോഗ്യകരമായ ശീലങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു പുതിയ ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, പുതിയ ആരോഗ്യകരമായിട്ടൊരു ജീവിത രീതി പ്രാക്ടീസ് ചെയ്യാനും, അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വളരെ നല്ല കാലാവസ്ഥയിൽ സുഖകരമായി ഉറങ്ങി നല്ല ഭക്ഷണം കഴിച്ച് ക്യാമ്പ് ഫയർ ആസ്വദിച്ച് സൗഹൃദം പങ്കിട്ട് നന്നായിട്ട് ഒരു 4 ദിവസം നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ട നല്ലൊരു ഹീലിംഗ് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നന്നായിട്ടൊന്ന് റീഫ്രഷ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ഹൈജീനിക്സ് ലൈഫിൻ്റെ നേച്ചർ ക്യാമ്പിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയാൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ കൂടുതൽ പ്രോഗ്രാം വീഡിയോസ് കാണുക, ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഫീഡ്ബാക്കുകൾ കാണുക, അതിനുശേഷം തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു 4 ദിവസത്തെ അനുഭവം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നന്ദി.